Pro-Culina പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സ്വീറ്റ് ഡിഷാണ്. സ്വീറ്റ് ഡിഷ് എന്ന് പറയുമ്പോൾ നമ്മളുടെ മലയാളികൾക്ക് അത്ര പരിചിതമായിട്ടുള്ള ഒരു രുചിയല്ല കേട്ടോ. ഇത് ഉത്തരേന്ത്യൻ ടേസ്റ്റുകളിൽപ്പെട്ട ഒന്നാണ് ഡോക്ല. വളരെ രസകരമായിട്ടുള്ള ഒരു പേരോട് കൂടിയിട്ടുള്ള ഒരു സ്വീറ്റ് ഐറ്റം. സ്വീറ്റാണ്, അതിനകത്ത് എല്ലാ രുചികളുണ്ട്. പുളിയുണ്ട്, ഉപ്പുണ്ട്, മധുരമുണ്ട്, എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ടേസ്റ്റാണിത്. എനിക്ക് തോന്നുന്നു അത്ര പരിചയമായിട്ടില്ല, പക്ഷേ എന്നാലും ഇതിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഒരു തവണ നമുക്കൊന്ന് ട്രൈ ചെയ്ത് പോകാം വീഡിയോയിലേക്ക്. നമ്മളിന്ന് ഡോക്ലയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഡോക്ലയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാൻ നിരത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പാത്രം നമ്മൾ എടുത്തു വെച്ചു. നമ്മൾ ഡോക്ല ഉണ്ടാക്കാനായിട്ട് ബാറ്റർ റെഡിയാക്കാനുള്ളൊരു പാത്രം ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാത്രത്തിലേക്ക് ഒരു കപ്പോളം കടലമാവ്, ബേസൻ, നമ്മളൊരു കപ്പോളം ബേസൻ ചെയ്യുന്നുണ്ട്. കടലമാവാണ് കേട്ടോ. അതിൻ്റെ കൂടെ നമ്മൾ പിന്നെ ചേർക്കുന്ന ഒരു വലിയ സ്പൂണോളം, കുറച്ചുകൂടി ഒരു 1.25 ടീസ്പൂൺ റവ, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ശകലം ഉപ്പ്, പിന്നെ നമുക്കത് മധുരത്തിന് വേണ്ടിയിട്ടുള്ള ശകലം, വളരെ കുറച്ചിട്ടോ, ഒരു സ്പൂണോ 1.25 സ്പൂണൊക്കെ നമ്മൾ പഞ്ചസാര യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്നു ഒരു 2 സ്പൂൺ കുക്കിംഗ് ഓയിൽ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ വെജിറ്റബിൾ ഓയിലാണ്. പിന്നെ നമുക്കതിന് പുളിക്ക് വേണ്ടിയിട്ടുള്ളൊരു ഹാഫ് ലെമൺ, നാരങ്ങ നീര്, അതുകൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുകയാണ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഡോക്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ്. പുളി, മധുരം, ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർന്ന ഒരു മിശ്രിതമായിട്ടുള്ള ഒരു ടേസ്റ്റാണ് ഡോക്ലയുടെ. അത് കഴിച്ചിട്ടുള്ളവർക്കറിയാം അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഇത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തരിയില്ലാതെ നമ്മളത് വെള്ളം കിട്ടാതെ നന്നായിട്ട് അത് ലൂസ് ബാറ്റർ ആക്കി എടുക്കണം. കണ്ടോ, ഇതുപോലെ ബാറ്റർ, ഒരു ഇഡ്ഡലിയും ബാറ്ററിൻ്റെ. പിന്നെ ലാസ്റ്റ് നമ്മളത് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഈനോ, നമ്മളുടെ മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ അവൈലബിൾ ആണ് ഈനോ ഒരു പാക്കറ്റ് അതിനകത്തേക്ക് ആഡ് ചെയ്തു. അതിനുശേഷം അതുകൂടി ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ നമ്മളിത് ചേർക്കേണ്ടത്. ആദ്യം ചേർക്കരുത്, ലാസ്റ്റാണ്. നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് പെട്ടെന്ന് തന്നെയാണ് ഫെർമെൻറ്റേഷൻ നടന്നത്. നമുക്കതിനകത്ത് കാണാൻ പറ്റും. കുറച്ചുകൂടി വെള്ളം ചേർത്ത് നല്ല ലൂസ് ബാറ്ററാക്കി എടുത്തു. അതിനുശേഷം നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കുകയാണ്. നമ്മുടെ ഏത് പാത്രത്തിലാണോ നമ്മൾ സ്റ്റീം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏതാണോ പാത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാത്രം എടുത്തു. നമുക്ക് ഇളകി വരാൻ എളുപ്പത്തിന് അതിനകത്ത് കുറച്ച് എണ്ണ ചേർത്തു. ഇതൊക്കെ നമ്മൾ ഇഡ്ഡലിക്കും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്ന സെയിം പ്രൊസീജിയർ. അതിനുശേഷം നമ്മൾ കട്ട കെട്ടാതെ എടുത്ത് വച്ചിരിക്കുന്ന ഇഡ്ഡലി ബാറ്ററിൻ്റെ പോലെ അതേ തിക്നെസ്സോട് കൂടിയിട്ടുള്ള നമ്മൾ ഉണ്ടാക്കി വെച്ച കടലമാവ് ബാറ്റർ, കടലമാവും റവയും കൂടെ ചേർത്ത് വെച്ചിട്ടുള്ള മധുരവും ഉപ്പും പുളിയൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ള ആ ബാറ്റർ നമ്മൾ അതിനകത്തേക്ക് ഒഴിക്കുന്നു. അതിനുശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഒന്ന് അതിനകത്ത് എന്താ പറയുക, ഇടയ്ക്ക് ഇതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഇതിനകത്തേക്ക്. കാരണം നമ്മളതെടുക്കുമ്പോൾ ഒട്ടും ഇടയിലൊന്നും സ്പേസ് ഉണ്ടാവരുത്, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മളതൊരു ഇഡ്ഡലി കുക്കറിലേക്ക്, എൻ്റെ ഇഡ്ഡലി കുക്കറാണ്, നിങ്ങളുടെ കയ്യിൽ സ്റ്റീമർ ഉണ്ടെങ്കിൽ ഓക്കെ. അതിനുശേഷം അടച്ചു വെച്ച് നമ്മളൊരു 15 തൊട്ട് 20 മിനിറ്റ് വരെ നന്നായിട്ട് വേവിച്ചെടുക്കുന്നു. വേവിച്ചെടുത്തതിന് ശേഷം നമ്മളൊന്ന് നോക്കുക, ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഫോക്ക് വെച്ചിട്ടോ ഒന്ന് നോക്കുക അതിനകത്ത് വെന്തിട്ടുണ്ടോ. നമുക്കത് അറിയാൻ പറ്റും കേട്ടോ. അതിനകത്തൊന്നും ഇല്ലെങ്കിൽ അതിനർത്ഥം അത് വെന്തിട്ടുണ്ടാണ്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ശേഷം തണുക്കണോടം വരെ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് അത് മാറ്റുക. അതുണ്ടോ, ഇത്രയേ ഉള്ളൂ. അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അതുപോലെ തന്നെ ഇളകി വരും. അതിനുശേഷം ഇത് ഡോക്ലയുടെ പീസസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്യണം. കട്ട് ചെയ്യണതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാം കേട്ടോ. വലുതായിട്ടോ ചെറുതായിട്ടോ, കുറച്ചുകൂടി നമുക്ക് പുറത്ത് കിട്ടുന്നത് കുറച്ചുകൂടി വലിയ ഡോക്ലയാണ്. അതിനുശേഷം നന്നായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമുക്ക് എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിനകത്തൊരു ഇപ്പോൾ അതിനകത്ത് ഡോക്ല നമ്മൾ റെഡിയാക്കി എടുത്തു. പിന്നെ നമ്മൾ അതിനകത്ത് ഒഴിക്കുന്ന ഒരു ഗ്രേവി പോലെ ഒരു വാട്ടറിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടാണ് അതും കൂടെ കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഡോക്ല കഴിക്കുന്നത് കേട്ടോ. അതൊക്കെ എന്താ പറയുക, കഴിക്കുന്നവർക്കാണ് അറിയാം. നമുക്കിതൊക്കെ കഴിച്ച് ശീലിച്ചുള്ളവർക്ക് അറിയാൻ പറ്റും. അത് ഇത്തിരി വെള്ളത്തോട് കൂടിയിട്ടാണ് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് കേട്ടോ. ആദ്യം ഒരു പാൻ വെച്ചു. ശേഷം അതിനകത്തേക്ക് കടുകിട്ടതിന് ശേഷം കടുകൊന്ന് പൊട്ടി വരണ സമയം അതിനകത്തേക്ക് നല്ല പച്ചമുളക് 3-4 കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. നന്നായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല, അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരാൻ പാകത്തിന് ഒന്ന് അതിൻ്റെ ആ ഒരു പച്ചമണം മാറണ വരെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുന്നു. വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് അടുത്ത പരിപാടി. ഇപ്പം നമ്മളതിനകത്തേക്ക് ആ ഒരു
കടുക് പൊട്ടിയിട്ട് വരണം. ഒരു ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് ഒന്ന് തിളച്ച് വരുന്നൊരു സമയം അതിനകത്തേക്ക് നമ്മൾ ആ വെള്ളത്തിലേക്ക് കുറച്ചുകൂടി സാധനങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. അപ്പോഴാണ് ആ ഒരു വെള്ളത്തിന് കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. അതിന് വേണ്ടിയിട്ട് വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് കുറച്ച് ഉപ്പ്, പുളി, മധുരം, ഇത് മൂന്നും നമ്മൾ ഇതിൽ കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു നാരങ്ങ, നമ്മളൊരു ഹാഫ് നാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി നാരങ്ങ, പുളിക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി നാരങ്ങ നീര് അതിനകത്തേക്ക് ഒഴിച്ചു. അതിനകത്ത് 2-3 നാരങ്ങയുടെ കുരു വന്നിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ എടുത്ത് മാറ്റും. അത് വേണ്ട, നമ്മളെടുത്ത് അറിയാതെ നമ്മളതിനകത്ത് ചാടിപ്പോയതാണ്. അത് കഴിയുമ്പോൾ നമ്മളത് എടുത്ത് മാറ്റാം. അതിനുശേഷം നമ്മളതിനകത്തേക്ക് ചേർക്കുന്നു. അത് പിന്നെയും എന്താ പറയുക, വെള്ളം നന്നായിട്ട് വെട്ടിത്തിളച്ചതിന് ശേഷമാണ് നമ്മൾ അതിനകത്ത് ഷുഗർ ഇടുമ്പോഴും അതുപോലെ സോൾട്ട് ഇടുമ്പോൾ ഇത് രണ്ടാമത്തെ മെൽറ്റ് ആവണ്ടേ. സോ അതിനകത്ത് നമ്മളതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർത്തു. പുളിയായി, ഉപ്പായി. ദെൻ നമ്മളതിനകത്തേക്ക് അതും കൂടെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മളതിനകത്തേക്ക് ആവശ്യത്തിന്, നമ്മുടെ ചിലരുടെ ടേസ്റ്റിനനുസരിച്ച് അധികം മധുരം പാടില്ല കേട്ടോ, പക്ഷെ എന്നാലും കുറച്ച് സ്വീറ്റ്നെസ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പോഴേ ഉണ്ടോ, അതിനകത്ത് നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമ്മളിതിനകത്തേക്ക് നമ്മുടെ ഡോക്ലയിലേക്ക് നമ്മൾ ഈ വെള്ളം ഒഴിക്കുന്നു. അതാണ് നമ്മളുടെ ലാസ്റ്റ് പ്രൊസീജിയർ. ഇത്രയേ ഉള്ളൂ കേട്ടോ. ശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം. തിളച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഡോക്ല എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളവും പിന്നെ പച്ചമുളകും കടുകും കറിവേപ്പിലയും ചേർത്തിട്ടുള്ള ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അതുകൂടി അതിൻ്റെ മേളിൽ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നു. കാരണം അതിനകത്തേക്ക് ആ വെള്ളം കൂടി ഇരുന്ന് നല്ല എന്താ പറയുക, ജ്യൂസി പരുവത്തിലാണ് നമ്മളിത് കഴിക്കുന്നത്. കുറച്ച് വെള്ളവും ഇതിനകത്തെ ആ ഒരു തിക്ക് പാർട്ടുകളും കൂടി മിക്സ് ചെയ്ത് കഴിക്കുക. അതാണ് ഡോക്ല. അപ്പോൾ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള ഡോക്ല നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു തവണ ഈ ഡോക്ലയെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഗുഡ് ഓർ ബാഡ് എന്താണെങ്കിലും അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് കൂടി പറയുക. താങ്ക് യു.